ഡോക്ടർ ഹാരിസിനെതിരായ ഗൂഢാലോചനയിൽ പ്രതികരിച്ച് വി.ഡി. സതീശൻ. കേരളത്തിലെ ആരോഗ്യരംഗം എന്താണെന്ന് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ മോഷണക്കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നു. കേരളം ആദരിക്കുന്ന ഡോക്ടറെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 32,000 വോട്ടിന് BJP ജയിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ സീറ്റിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത്. നമ്മളെല്ലാവരും കണ്ടു. ഒരേ പേരിൽ വിവിധ വോട്ടർമാർ, അല്ലേ? ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ 60ഓളം വോട്ടർമാർ, പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം, ചിലരുടെ ഹൗസ് നമ്പർ 0. പുതിയതായിട്ട് എൻറോൾ ചെയ്ത 18 വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ 70-80 വയസ്സായ ആളുകൾ. വ്യാപകമായ അഴിമതി രാജ്യത്തുടനീളം, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു. ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു. ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത്. ഡോക്ടർ ഹാരിസിന്റെ മേൽ ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന മുന്നറിയിപ്പാണ് ഹാരിസ് നടത്തിയത്. ഡോക്ടർ ഹാരിസിനെതിരെ നടത്തിയത് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കുവാനുള്ള അന്വേഷണമായിരുന്നു. 1 രൂപ കൈക്കൂലി വാങ്ങാത്ത ഒരാളെക്കുറിച്ച് രോഗികൾക്കു വേണ്ടി ജീവിക്കുന്ന ഒരാളെയാണ് മോഷണക്കുറ്റത്തിന് പ്രതിയാക്കി വേട്ടയാടുവാൻ ശ്രമിക്കുന്നത്. ആരോഗ്യമന്ത്രി ഹീനമായ നീക്കത്തിൽ നിന്ന് പിന്മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചും വി.ഡി. സതീശൻ പ്രതികരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഭരണഘടനാ മൂല്യങ്ങളും എത്ര വലിയ അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. വ്യാപകമായ അഴിമതി രാജ്യത്ത് ഉടനീളം നടക്കുന്നു. ഏകാധിപതികളായ ഭരണാധികാരികളുള്ള രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന തരത്തിലാണ് ഇത്. ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. വോട്ട് മോഷണം എന്ന പേരിൽ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം. തൃശൂർ ഉൾപ്പെടെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് ഉറപ്പായി അന്വേഷിക്കണം. തൃശൂരിലും സംഘപരിവാർ തെറ്റായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഗൗരവമായ അന്വേഷണം വേണമെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു.